Your person's current feelings for you. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ള ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിനെ പറ്റി, നിങ്ങളെ പറ്റി എങ്ങനെയാണ് ഈ വ്യക്തി കാണുന്നത്, ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്, അവരുടെ സോളിനുള്ള മെസ്സേജ്. മേ ബി നിങ്ങൾ ഫാമിലി ആയിട്ട് നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ മനസ്സിൽ ഓർത്തെടുക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? മേ ബി ഈ വ്യക്തി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വലിയ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, ബിക്കോസ് അവർ പ്രിപ്പയർഡ് അല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ അവർക്കൊരു ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ടായിരിക്കണം, വലിയ രീതിയിൽ അവരെ ബോദർ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ തോട്ട്സ്. ഓക്കെ, സോ അവരായിട്ട് ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരായിട്ടൊരു ബ്രീത്തിങ് സ്പേസ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു മാറ്റം, ഒരു ചേഞ്ച്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സമയം നിങ്ങൾ കൊടുക്കാം. ഓക്കെ, സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ആവും. പക്ഷെ ഈ ഒരു സമയത്ത് മേ ബി ഈ ഒരു വ്യക്തി പ്രിപ്പയർഡ് അല്ല. നിങ്ങൾ എത്രമാത്രം കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രമാത്രം ഈ വ്യക്തിക്ക് പ്രോബ്ലം ആണ് ഉണ്ടാവുന്നത്, ഇറിറ്റേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് അവരെ ബോദർ ചെയ്യാണ് ചെയ്യുന്നത്, അവരുടെ മൈൻഡ് അത് ഡിസ്റ്റർബ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ വ്യക്തിക്ക് കൊടുക്കുക. and എന്താണ് ആ വ്യക്തിയുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ്? ഓക്കെ, നിങ്ങൾ കോൺടാക്ട് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോൺവെർസേഷൻ വരുന്നുണ്ട്. ഓർ മേ ബി ഈ വ്യക്തി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. അവരുടെ ലൈഫിൽ മേ ബി അവർക്കൊരു ബ്രേക്ക് വേണം. ഓക്കെ, ആക്ച്വലി അവർക്കൊരു ബ്രേക്ക് വേണം. ബിക്കോസ് ഈ വ്യക്തി നിങ്ങളിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാട് ഡിപ്പെൻഡഡ് ആയിരിക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒട്ടും ഫീലിങ്സ് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു അറ്റാച്ച്മെന്റ്, അവർക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, സോ അവരായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കുറച്ച് സ്പേസ് കൊടുക്കുക. മേ ബി ഈ വ്യക്തി എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. അവരുടേതായിട്ടുള്ള ചില ഹാപ്പിനെസ്, അവരുടേതായിട്ടുള്ള ചില കാര്യത്തിലേക്ക് അവർ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അതായിരിക്കും മേ ബി ഈ ഒരു സമയം ആ വ്യക്തി നിങ്ങളെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഓൾറൈറ്റ്, ബട്ട് കോൺവെർസേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പാനിക് ആവാതിരിക്കാം. ഓക്കെ, ബ്ലോക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവുന്ന രീതിയിൽ ആ വ്യക്തി സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പാനിക് ആവാതിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക അത് ആലോചിച്ചിട്ട്. ഓക്കെ, കാരണം ഈ സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ചേഞ്ച് ആവും. ഓൾറൈറ്റ്, വാട്ട് യു നീഡ് ടു ഹിയർ about your person. Alright, so ഈ സമയത്ത് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി, ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയോടുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അഡിക്ഷൻസ് കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് ടോക്സിക് ആവുന്നുണ്ട് സിറ്റുവേഷൻ. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെയും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം, വേറെ ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി നിങ്ങളായിട്ട് ഈ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഓക്കെ, അവരെ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഈവൻ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്തും അവരുടെ അറ്റാച്ച്മെന്റ് നിങ്ങളെടുത്ത് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവർ പല കാര്യത്തിലും നിങ്ങളുടെ തോട്ട്സിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ കംപ്ലീറ്റ്ലി അവരുടെ മനസ്സിൽ മാറ്റി നിർത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഓൾറൈറ്റ്, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കും. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു വ്യക്തി വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ഓർ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, ഫാമിലി, മാരേജ്, മേ ബി ഇത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഓർ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയാണ്, മനഃപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അത് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നതുകൊണ്ടോ മാത്രമല്ല. ഓൾറൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു ഹെൽത്തി ഡിസിഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ട്. ചില കാര്യങ്ങൾ നാച്ചുറലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ നിങ്ങൾ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, വലിയ പ്രോബ്ലംസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ആവും. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ പലതും ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കാര്യത്തിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പല ആക്ഷൻസും എടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതിന്റെ ഒന്നും ഒരു കാര്യം ഉണ്ടാവുന്നില്ല. ചില ആളുകൾക്ക് അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഈ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു വ്യക്തി പ്രിപ്പയർഡ് അല്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഓർ നിങ്ങൾക്കിടയിലുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അവർക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു പേടി ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മേ ബി അവർ ഓടിപ്പോകുന്നത്, ഈ ഒരു സിറ്റുവേഷൻ അവർ മാറി നിൽക്കുന്നത്, നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് ചില പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ല എന്നുള്ളതല്ല. ആ വ്യക്തിക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട്. സോ കുറച്ച് സമയം ഈ വ്യക്തിക്ക് കൊടുക്കുക. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ ഈ വ്യക്തി പ്രിപ്പയർഡ് അല്ല. നിങ്ങളുടെ അടുത്ത് ഈ ഒരു സമയം സംസാരിക്കാനോ ഒന്നും പ്രിപ്പയർഡ് അല്ല. അവരവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യാണ്. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കും. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ റിലേഷൻഷിപ്പിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഒരു ബ്രീത്തിങ് സ്പേസ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കൊടുക്കുക. ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് എന്നാലേ ഹെൽത്തി ആയിട്ട് ഒരു സിറ്റുവേഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയൊരു അട്രാക്ഷൻ ഇല്ലാത്തതായിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. അതുവരെ കാണിച്ച ഇന്റിമസി, അതുവരെ കാണിച്ച സ്നേഹം, അട്രാക്ഷൻ, ഓൾ ഓഫ് സഡൻ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ഓൾ ഓഫ് സഡൻ അവരുടെ പ്രയോറിറ്റീസിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യലി അവരുടെ ഒരു പ്രയോറിറ്റിയിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അത്ര കാലമായിട്ട് വലിയൊരു പ്രയോറിറ്റി ആയിട്ട് കണ്ടിട്ടുള്ള പേഴ്സൺ ഓൾ ഓഫ് സഡൻ അവരുടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് അവർ കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ചില കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇപ്പം ലൈക്ക് ഒളിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് എവിടെയെങ്കിലും. ലൈക്ക് ദേ കാൻ ഫേസ് ദിസ് പ്രോബ്ലം. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളൊരു പ്രോബ്ലം ആയിട്ടായിരിക്കാൻ കാണുന്നുണ്ടായിരിക്കുക. കാരണം അവർക്ക് ഇതെങ്ങനെ ഡീൽ ചെയ്യണം, ഈ ഫീലിങ്സ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല. സോ കുറച്ച് സമയം ഈ വ്യക്തിക്ക് കൊടുക്കുക. കാരണം സിറ്റുവേഷൻ നാച്ചുറലി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കാനും കുറെ കാര്യത്തിലൊക്കെ മാറ്റം വരുത്താനും കുറെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടുപേരും. ഓക്കെ, സോ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുന്ന സമയത്ത് സെപ്പറേഷൻ അത് എന്നേക്കുമായിട്ടാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. വെരി സൂൺ നിങ്ങൾ കോൺവെർസേഷനിലേക്ക് വരും. ഈ ഒരു സമയത്ത് നിങ്ങൾ കോൺടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ്